തിരുവനന്തപുരത്ത് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. തത്സമയം കത്തിനകത്ത് പറഞ്ഞിരുന്നത് ഞാൻ എല്ലാ കാര്യവും ആവർത്തിക്കുന്നില്ല. പല സംസ്ഥാനങ്ങളും ബോറോയിങ് പവറിനകത്ത് വർധന വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രത്യേക പാക്കേജ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ബീഹാറും ആന്ധ്രയും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ, ഈ രണ്ട് സംസ്ഥാനങ്ങളുടെ പേര് ഞാൻ എടുത്ത് പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല, കേന്ദ്ര ഭരണകക്ഷിയാണ് ഇപ്പോൾ അവർ രണ്ടും. ആ സംസ്ഥാനത്തെ ഭരണകക്ഷികൾ TDPയും നിതീഷിന്റെ പാർട്ടി, ബഹുമാനപ്പെട്ട രണ്ട് മുഖ്യമന്ത്രിമാരുടെ അവരുടെ സംസ്ഥാനത്തിന്റെ ആവശ്യം അവർ ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ അവരും ഇതുപോലെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരും കടപരിധിയുടെ കാര്യത്തിൽ 1% വരെ അധികം ആവശ്യപ്പെട്ട സ്റ്റേറ്റുകളുണ്ട്. അപ്പം നമ്മൾ അക്കാര്യത്തിനകത്തും വ്യത്യാസം വേണമെന്ന് പറഞ്ഞു. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട്. അതിന് നമുക്ക് 5000 കോടി രൂപയുടെ ഒരു പ്രത്യേക പാക്കേജ്. അത് കേരളത്തിന്റെ മാത്രം ഒരു ആവശ്യമല്ല, ഇന്ത്യയിലെ ആവശ്യമാണ്. ഞാനത് വിശദീകരിക്കുന്നില്ല. വിഴിഞ്ഞത്തിന്റെ സാധ്യതകൾ അത് നൽകണമെന്ന് പറഞ്ഞു. കഴിഞ്ഞ വർഷം വിഴിഞ്ഞത്തിന്റെ പേരിൽ മൂലധന നിക്ഷേപത്തിന് വേണ്ടി കേന്ദ്രത്തിന്റെ ഒരു മൂലധന നിക്ഷേപ പദ്ധതികൾക്കായിട്ടൊരു പ്രത്യേക പാക്കേജ് ഉണ്ട്. ക്യാപെക്സ് എന്ന് പറയും, ക്യാപിറ്റൽ ഇന്റൻസീവ് ആക്ടിവിറ്റിക്കാണ്. അതിന് കേരളം ആവശ്യപ്പെട്ട പണം തന്നില്ല. ബ്രാൻഡിംഗ് എന്ന് പറഞ്ഞിട്ട് ആശുപത്രികളിലും വീടുകളിലും ഒക്കെ കേന്ദ്ര ഗവൺമെന്റിന്റെ പേര് എഴുതണം എന്നുള്ളൊരു ബ്രാൻഡിംഗ് ഇഷ്യൂ നിങ്ങൾക്ക് അറിയാം. ആ ബ്രാൻഡിങ്ങിന്റെ പേര് പറഞ്ഞിട്ട് കേരളത്തിന് ഈ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിനുള്ള പദ്ധതിക്ക് പോലും പണം തന്നില്ല. ഇപ്പൊ എന്തായാലും നമ്മൾ ആ പോർട്ട് ഇന്ത്യക്ക് മൊത്തം ഗുണകരമായ പോർട്ടാണ്. അതിന് വേണ്ടിയിട്ട് 5000 കോടി തരണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ റെയിൽവേയുടെ ചില പ്രത്യേക വികസന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വയനാട് ചുരത്തിന് വേണ്ടി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ കത്തിനകത്ത് പറഞ്ഞ കത്തിന്റെ കോപ്പി നിങ്ങൾക്ക് ഒന്നുകൂടി തരാം. എയിംസിന്റെ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് തരാനുള്ള തന്നെ നമ്മൾ ചെലവഴിച്ച പണം തരാനുണ്ട് ധാരാളം. കഴിഞ്ഞ ദിവസം നിയമസഭ പറഞ്ഞിരുന്നു, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി റൂൾ 300 അനുസരിച്ചുള്ള സ്റ്റേറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് പറഞ്ഞിരുന്നു 3000-ലധികം കോടി രൂപ ഇപ്പം നമ്മൾ സ്പെൻഡ് ചെയ്ത NHM, അംഗൻവാടി, ആശ ഇതുപോലുള്ള മേഖലകളിലൊക്കെ കൊടുത്തിട്ടുള്ളത്. ആകെ സാമൂഹ്യക്ഷേമ പെൻഷനകത്ത് വളരെ ചെറിയ തുകയാണ് അവർ തരുന്നത്, 2% ആണുള്ളത്. അത് തരാനുണ്ട്. അങ്ങനെ 3000-ലധികം കോടി രൂപ തരാനുള്ളത് ഓൾറെഡി നമ്മൾ പേ ചെയ്തതാണ് തരാനുള്ളതെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. പൊതുവിൽ റബ്ബറിന്റെ താങ്ങുവില വർദ്ധിപ്പിക്കുന്നത്, പരമ്പരാഗത മേഖലയിലേക്കുള്ള സൗകര്യങ്ങൾ, സഹായങ്ങൾ, കൂടുതൽ തൊഴിലവസരം ഉണ്ടാകുന്ന കാര്യത്തിൽ കുറെ കാര്യങ്ങൾ പ്രീ ബഡ്ജറ്റ് ചർച്ചയുടെ ഭാഗമായിട്ട് നമ്മൾ ഉന്നയിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളിൽ അനുകൂലമായ ഒരു നിലപാട് വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഈ കാര്യത്തിനകത്ത് നമ്മൾ ഇത് വെറുതെ പറഞ്ഞതല്ല, വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ അത് ഈ ബഡ്ജറ്റിൽ കഴിഞ്ഞ ബഡ്ജറ്റുകളെക്കാളും വ്യത്യസ്തമായിരിക്കും ഈ ബഡ്ജറ്റ് എന്നുള്ള പ്രതീക്ഷയും കൂടി എനിക്കുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, എനിക്ക് മാത്രമല്ല, പൊതുവിലുണ്ട്. കാരണം നേരത്തെ BJP 2 ഗവൺമെന്റ് ഉണ്ടായിരുന്ന സമയത്തേക്കാളും കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണല്ലോ ഇപ്പോൾ നിൽക്കുന്നത്. കാര്യം അവർക്ക് അവരുടെ നയങ്ങൾ ഓരോ സംസ്ഥാനത്തെയും വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. കർഷകരുടെ വലിയ സമരം നടന്നു, അതിനകത്ത് വലിയ പങ്ക് ഇടതുപക്ഷം വഹിച്ചതാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, കർഷകരുടെ സമരം, അതുപോലെ മറ്റ് തൊഴിലാളികളുടെ ഒക്കെ സമരം നടന്ന സ്ഥലങ്ങളിലൊക്കെ അവർക്ക് തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. കാരണം ജനങ്ങൾക്ക് വലിയ ജീവിത പ്രശ്നങ്ങളുണ്ട്. അത് മനസ്സിലാക്കി അഗ്നിവീർ പോലുള്ള പദ്ധതികൾക്കൊക്കെ എതിരെ വന്ന പ്രതിഷേധം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി കുറച്ചുകൂടി ജനക്ഷേമകരമായ കാര്യങ്ങൾ ചെയ്യാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് സംബന്ധിച്ച് ഞാൻ ഈ പറഞ്ഞ പൊതുകാര്യങ്ങളോടൊപ്പം ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഇത് സംബന്ധിച്ച് എങ്ങനെയാണ് നീ മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളത് ചർച്ച ചെയ്യാൻ തീർച്ചയായിട്ടും MP-മാരുടെ യോഗത്തിൽ ഈ കാര്യം ചർച്ച ചെയ്യണം. MP-മാരുടെ യോഗം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിളിച്ചിരുന്നു, ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു. MP-മാര് നിങ്ങൾക്ക് അറിയുന്നത് പോലെ ലോക്സഭയിലെ MP-മാരിൽ 19 പേരും സംസ്ഥാന ഗവൺമെന്റിന് ഒപ്പം നിൽക്കുന്ന ആളുകളല്ല, പ്രതിപക്ഷം എന്ന നിലയിൽ. കാരണം ഒന്ന് BJP-യുടെ MP ആണ്, അദ്ദേഹം കേന്ദ്രമന്ത്രി കൂടിയാണ്. 18 MP-മാർ